ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ സൈനബത്താത്തനെ മത്തി ഗർഭിണിയായി വീഡിയോ ആണ്. അപ്പൊ അതിനെത്തിയ റിയാക്ഷൻ ഉണ്ടാവും. ഹലോ ഗായ്സ്, അല്ലെങ്കിൽ വേണ്ട, എല്ലാരും കാറിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടുള്ള വീഡിയോ ഇടുന്നോണ്ട് ഇത്തിരി ട്രെൻഡ് ആവണേ തോന്നുന്നത്. ഞാൻ എന്തായാലും കക്കൂസിൽ പോയിട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പരദൂഷണ വിത്ത് കുടുവ. എന്താണ് ഈ ഭൂമിയിൽ നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? സൈനബാന്റെ വീട്ടിലെ മത്തി ഗർഭിണിയാണ്. ഇനി ഗർഭിണിയാണെങ്കിൽ അതിന് എത്ര മാസമുണ്ട്? ഇന്നത്തെ വിഷയം മത്തിക്കെതിരെയുള്ള ആക്ഷേപമാണ്. ഫസ്റ്റ് നമുക്ക് സൈനബത്താത്തിട്ട് വീഡിയോ പോയിട്ട് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈനബാസ് വ്ലോഗ്. ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നിക്കണത് വേറെ ഒരു വീഡിയോ കൊണ്ടല്ല. കഴിഞ്ഞ വട്ടം ഞാനിട്ടോ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്റെ മക്കളെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമല്ലേ ആ സുക്കൂർ കൊണ്ടുവന്നതിന് ഒരു 100 റുപ്യന്റെ മത്തി വാങ്ങിനു. ആ മത്തി ഉണ്ടാക്കുന്ന വീഡിയോ കാട്ടിയിട്ട് ഏതോ ഒരു പെണ്ണ് വന്നിട്ട് കമന്റ് ഇട്ടിക്കുകയാണ്, എന്റെ മത്തി 8 മാസം ഗർഭിണിയാണോ എന്ന്. ഓളെന്തിന് ഇതിന്റെ പേരത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിൽക്കണേ? അല്ലെങ്കിൽ മനുഷ്യന്മാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എത്ര വിഷമം ഉണ്ടാകും ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെതിരെ നമുക്ക് ലീഗലി ആക്ഷൻ എടുക്കണം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നുണ്ട് ഓക്കെതിരെ. പക്ഷേ ഇതിൽ ഞാൻ സൈനബത്താത്തന്റെ കൂടെയല്ല. ഇത് കോടതിയിൽ പോയാൽ മത്തി ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് മധ്യവർഗത്തിന് തന്നെ വല്ലാത്ത അപമാനമായിരിക്കും. അതുകൊണ്ട് സൈനബത്താത്തന്റെ ഇത്തരം പ്രവൃത്തികൾ വളരെ മോശമാണ്. ഇതിനുത്തരം നിങ്ങൾ തന്നെ പറയൂ. അതുകൊണ്ട് ഇന്നിവിടെ ഈ പരദൂഷണ വിത്ത് കുണുവാവ നമ്മൾ നിർത്തിയിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ. എന്തായാലും ഇത് വൈറലാവുന്ന എനിക്ക് ഉറപ്പാണ്. സോറി, കണ്ടില്ല ഗായ്സ്. പക്ഷേ ഇതിൽ ഞാൻ സൈനബത്താത്തന്റെ കൂടെയല്ല. ഇത് കോടതിയിൽ പോയാൽ മത്തി ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് മധ്യവർഗത്തിന് തന്നെ വല്ലാത്ത അപമാനമായിരിക്കും. അതുകൊണ്ട് സൈനബത്താത്തന്റെ ഇത്തരം പ്രവൃത്തികൾ വളരെ മോശമാണ്. പരദൂഷണം വിത്ത് കുടുംബാവക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ മനസ്സ് പോലും വിചാരിക്കാത്ത കുറെ കാര്യങ്ങളാണല്ലോ ഇവിടെ എടുത്തി പറയുന്നത്. ഇതിനെതിരെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ല. സുക്കൂറിനെ വിളിക്കണം. സുക്കൂറെ, ഈ എവിടെ? പിന്നെ വീഡിയോ എടുക്കാനുള്ള വടിയും കുന്തവും കുറച്ചക്കറൊക്കെ ഉണ്ടല്ലോ, മറ്റെന്താ സ്റ്റാൻഡോ ആ കൂട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വേഗം വാ. എന്തിനാന്നോ ആ പിയ്യ ഒന്നും കണ്ടില്ലേ? ആ യൂട്യൂബ് എടുത്ത് നോക്കി നോക്ക്. ആ പരദൂഷണം വിത്ത് കുണുവാണ്ടല്ലോ, ഓളിന്റെ മത്തിന്റെ ആ കറിക്ക് വേണ്ടി എന്തൊക്കെയാണ് പറയണെന്നറിയോ? ഞാൻ മനസ്സ് പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ. ആഹാ, ഓളങ്ങനെ മറ്റേ മണ്ണാങ്കട്ടയും കരിക്കട്ടയൊക്കെ ആണെങ്കിലേ ഞാൻ തീയാണ്, തീ മണ്ണെണ്ണ വെച്ച് ഞാൻ അങ്ങോട്ട് ആളി കത്തിക്കും. പിന്നെ ഓൾ ആരാന്നോളെ വിചാരം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെതിരെ എനിക്ക് 4 പറഞ്ഞ് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. ഇജ്ജ് മര്യാദക്ക് അതൊക്കെ എടുത്തിട്ട് എനിക്ക് വീഡിയോ എടുത്തണം. വേ വന്നൂട്. കാട്ടി കൊടുക്കുള്ള ഒരു പരദൂഷണം വിത്ത് കുഞ്ഞു വേവ. ഹലോ ഗൈസ്. ഹലോ, അതിനെന്തിനാ അതിന്റെ അപ്പുറത്ത് കൈക്കോട്ട് വെച്ചിരിക്കുന്നത്? ഓളെ കക്കൂസിൽ ഇരുന്നിട്ടാ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് അത് വൈറലായത്. ഞാനും പറമ്പിൽ പണിയെടുക്കാൻ ആൾക്കാരുണ്ട് വിചാരിച്ചോട്ടെ. മനസ്സിലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത്. എന്തെങ്കിലും അങ്ങോട്ട് കാട്ടിക്കൂട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈനബാസ് വ്ലോഗ്. ഇന്നലെ എന്റെ മത്തി പ്രശ്നത്തിലെ ആ പരദൂഷണം വിത്ത് കുണുവാവ ഓരോ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഇട്ടത് നിങ്ങൾ കണ്ടില്ലേ? കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കുള്ള അടുത്ത ചോദ്യം മത്തി വർഗത്തിന് അപമാനം, അഭിമാനം. അങ്ങനെ കോടതിയിൽ കേസ് കൊടുത്താലേ ഉത്തരവാദിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആൾക്കാരെല്ലാരും കൂടി എന്ത് ചെയ്യണം? കടലിക്ക് ഇറങ്ങണം വലി എടുത്തിട്ട്. എന്നിട്ട് ഓരോന്നിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് DNA ടെസ്റ്റ് നടത്തണം. അപ്പൊ അറിയാൻ പറ്റും അതിന്റെ ഉത്തരവാദി ആരാണെന്നുള്ളത്. ഞാനതിന് മത്തിക്കെതിരെ ഉത്തരവാദിത്വം കണ്ടുപിടിക്കാനുള്ള കേസ് കൊടുക്കണം നല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്താ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കമന്റ് ഇട്ട ഓളെ പിടിച്ചിട്ട് ഞാൻ ഓൾക്കെതിരെ കേസ് കൊടുക്കുന്നല്ലേ? അല്ലെങ്കിൽ ഈ പരദൂഷണം വിത്ത് കുണുവാവക്കെ കുണുവാവന്റെ ബുദ്ധിയും പരദൂഷണം പറയാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. നമ്മളെ പോലുള്ള മാന്യമാരെ വെറുതെ ഇങ്ങനെ അപമാനിച്ചിട്ട് പൈസ ഇങ്ങനെ ഉണ്ടാക്കി വാരി തിന്ന, അതൊക്കെ അല്ലേ ഓളെ പരിപാടി. ഇതൊന്നും ആരും കേട്ട് വിശ്വസിക്കാൻ നിൽക്കരുത്. ഓളൊക്കെ എല്ലാരും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് കളഞ്ഞാളാ. വെറുതെ തന്നെ ഓളെ പോലത്തെ ആൾക്കാർക്ക് ഇതിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചോണ്ട് ഇങ്ങനെ നിക്കണത്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. കണ്ടോ ഗൈസ്, DNA ടെസ്റ്റ് ചെയ്യണം പോലും. കണ്ടില്ല നിങ്ങള്?
അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിലെ പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് പൈസയും മുടക്കി എല്ലാവരും കടലിലേക്കും പോണം. എന്താണ് ഈ സൈനബ താത്ത പറയുന്നത്? സൈനബ താത്താക്ക് ഇന്ത്യന്റെ കാര്യത്തിൽ വേജാറില്ലെങ്കിലേ നമുക്ക് വേജാറുണ്ട്. കാരണം എന്താ അറിയോ, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. മനസ്സിലായോ സൈനബ താത്ത? ഇനി ഇതേമാതിരി ഉടായിപ്പോണ്ട് ഇറങ്ങിയതല്ലോ, ഇടിച്ച് മൂക്കണ്ട് ഞാൻ പറിച്ചു. മനസ്സിലായോ സൈനബ താത്ത? അപ്പൊ എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ബൈ. സുക്കൂറെ ആ പരദോഷണ വിത്ത് കുണുവാവ പിന്നിട്ടിക്കണേ ഇന്ന് മൂക്കടിച്ച് പഠിച്ച് ചെയ്പ്പാക്കുന്നൊക്കെയാണ് പറയണത്. ബാ അടുത്ത വീടിട്ടില്ലേ ശരിയല്ല. അല്ല എന്റെ പരദോഷണം വിത്ത് കുണുവാവേ, മത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദിവസം മനുഷ്യന്മാര് തിന്നണ മീനാണ്. അതിനെ കുറച്ച് ഗമൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യത്തില് കുറച്ച് പൈസ മുടക്കണേല് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ പറഞ്ഞത്, ഇന്റെ മൂക്കടിച്ച് പരത്തുന്നില്ലേ? ഇന്റെ പേരന്റെ അപ്പുറത്തുള്ള കുൽസുന് വരെ ഇന്റെ മേത്തത്തെ രോമം തൊടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോഴാണ് ഓളൊരു മൂക്കടിച്ച് പരത്തല്. ഇങ്ങോട്ട് വാടി, ചപ്പാത്തി പരത്തണ നല്ല കോലുണ്ടോ എന്റെ. ഇനി മേലാ ഇജാതി വർത്താനവും പറഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പരദൂഷണം വിത്ത് കുണുവാവേ അന്നെ ഞാനുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും സൈനബാസ് വ്ലോഗിൽ നിന്നും വിട പറയുകയാണ്. ഇനി ഇജാതി ഓരോ ഉടായ്പ സാധനങ്ങൾക്ക് സൈനബ മറുപടി പറഞ്ഞുകൊണ്ട് വരികയേയില്ല. ഇതുപോലത്തെ ഓരോ ആൾക്കാരോടൊന്നും വർത്താനം പറയാനേ ഓലത്ര നിലവാരം കുറയാൻ എനിക്ക് വെയ്യേ. മൂക്കിച്ച് വർത്തം കൊണ്ട് വാടി.